പരിസയ മനോഭാവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നിങ്ങൾ ആന്തരികമായി മാറണമെന്നല്ല പരിസയ മനോഭാവം നമ്മോട് പറയുക. ആചാരങ്ങളിൽ പങ്കെടുക്കുക, പ്രാർത്ഥനാ വേളകളിൽ അനുഗ്രഹങ്ങൾ ചൊരിയപ്പെടും, നിങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾ നിറവേറാൻ പ്രാർത്ഥനകൾ മതി. അതുകൊണ്ട് തീർത്ഥാടനങ്ങളും നവനാളാചരണങ്ങളും നാം പുലർത്തിപ്പോരുന്ന അനുഷ്ഠാനങ്ങളുമൊക്കെ ഭൗതിക നേട്ടങ്ങൾക്കുള്ള കാര്യങ്ങളാണെന്ന് ഈ ഫരിസേയ മനോഭാവം പഠിപ്പിക്കും. നീതിയെ സംബന്ധിച്ചും ജീവിതത്തിൽ നാം സ്നേഹത്തിൽ വർത്തിക്കേണ്ടത് എങ്ങനെയെന്നും പരമപ്രധാനമായി പഠിപ്പിക്കേണ്ടതിന് പകരം ക്രിസ്തുവിന്റെ ഭാവത്തിൽ നിന്ന് മാറി കേവലാചാരങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും മാറാലക്കെട്ടുകളിലേക്ക് തന്നെയാണ് സദുക്കായ മനോഭാവം. പഴയ നിയമത്തിലെ പുരോഹിത ഗണമാണ് സദുക്കായർ. പഴയ നിയമത്തിലെ പുരോഹിത ഗണമാണ് സദുക്കായർ. അന്നാസും കയ്യഫാസും ഒക്കെ ഈ പുരോഹിത ഗണത്തിൽപ്പെട്ടവരാണ്. അവരാകട്ടെ നിങ്ങളുടെ ഭൗതികാവശ്യങ്ങൾ നിറവേറുന്ന ഒരു ലോകം മാത്രമേ ഉള്ളൂവെന്നും അതിനപ്പുറത്തൊരു ലോകമേ ഇല്ലെന്ന് പഠിപ്പിക്കും. അതുകൊണ്ട് ആത്മാക്കളെ സംബന്ധിച്ചോ മാലാഖമാരെ സംബന്ധിച്ചോ മരണാനന്തരമുള്ള ജീവിതത്തെ സംബന്ധിച്ചോ അവർ പഠിപ്പിക്കുന്നില്ല. ഭൗതികാവശ്യങ്ങൾ നിറവേറിയെടുക്കാൻ ഈ ലോകത്ത് നാം മാനസികമായ ചില പ്രവർത്തനങ്ങൾ നടത്തിയാൽ മതി എന്ന് വാദിക്കുന്നവർ എപ്പോഴും ഉണ്ട്. അവിടെയാണ് നിങ്ങൾ ഈ പ്രാർത്ഥന ഇത്ര വട്ടം ഉരുവിട്ടാൽ നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് അത് കടന്നു പോകും. ഉപബോധ മനസ്സിൽ അത് കടന്നു പോകുമ്പോൾ അത് സാധ്യമായി തീരും എന്ന നിലയ്ക്കുള്ള പഠനങ്ങൾ. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വരയിൽ കൃപയും സമാധാനവും. നമ്മുടെ വിശ്വാസ ജീവിതത്തിനകത്ത് നാം അറിയാതെ കടന്നുകൂടുന്ന അബദ്ധ പ്രബോധനങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക. പുളിമാവായി പ്രവർത്തിക്കുന്ന ഇത്തരം പ്രബോധനങ്ങൾ വിശ്വാസ വഴിയിൽ നിന്ന് പലപ്പോഴും നമ്മളെ മാറ്റിക്കൊണ്ടു പോകുന്നുണ്ട്. നാം പോലും അറിയാതെ ഒരു ചര്യയുടെ ഭാഗമായി, വിശ്വാസ ജീവിതത്തിന്റെ ഭാഗമായി അവ മാറിത്തീരും. അങ്ങനെയാണ് ആത്മാക്കളെ സംബന്ധിച്ച്, വെളിപാടുകളെ സംബന്ധിച്ച് പുതിയ പുതിയ കഥകൾ നിർമ്മിക്കുന്നവരും അത്തരത്തിൽ തങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുന്നു എന്ന നിലയ്ക്ക് പ്രചരിപ്പിക്കുന്നവരും. നിങ്ങളുടെ പ്രാർത്ഥനകൾ അവിടെയും ഭൗതിക ആവശ്യങ്ങൾ നിറവേറാനുള്ളതായിട്ട് മാത്രം മാറുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ വചനം പാലിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അടയാളങ്ങൾ ഉണ്ടാകും, അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് പഠിപ്പിക്കുന്നവർ. നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വിശുദ്ധാത്മാക്കളൊക്കെ വചനാനുസൃതം ജീവിച്ചവരാണ്. പക്ഷെ അവരൊന്നും ഭൗതികമായ നേട്ടങ്ങളിൽ പുരോഗമിച്ചവരല്ല. ഭൗതികതയൊക്കെ പ്രതികൂലങ്ങളായി മാറിയവരാണ്. അൽഫോൻസാമ്മ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്: എന്റെ ലൗകികാശ്വാസങ്ങളെ എനിക്ക് കൈപ്പായി പകർത്തണമേ. അത്തരത്തിൽ ആത്മീയമായ നമ്മുടെ നിലപാടുകൾ ഭൗതിക ജീവിതത്തിന്റെ കേവല താൽക്കാലികതകൾ നേടിയെടുക്കാനാണെന്നുള്ള തെറ്റായ പ്രബോധനങ്ങൾ പരിസയ മനോഭാവം ഇപ്പോഴും പുലർത്തുന്നുണ്ട്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിനനുസൃതമായി ജീവിക്കണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അപരോന്മുഖത ഉണ്ടാകണം. ക്രിസ്തുവിൽ മറ്റുള്ളവർക്ക് വേണ്ടി വിഭജിച്ചു കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ എന്നുള്ള യഥാർത്ഥ പാഠം മറച്ചു വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ആചരിച്ചാൽ, നിങ്ങൾ ഈ വചനമൊക്കെ ഇങ്ങനെ പാലിച്ചാൽ, നിങ്ങൾ വസ്ത്രം ധരിക്കുന്നതിൽ ക്രമീകരണം വരുത്തിയാൽ, നിങ്ങൾ ഭക്ഷണത്തെ നിയന്ത്രിച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പഴയ നിയമം പറയുന്ന കൽപ്പനകളുടെ പിന്നാലെ പോയാൽ നിങ്ങളുടെ ഭൗതിക ജീവിതം അനുഗ്രഹിക്കപ്പെടും. അല്ലെങ്കിൽ നിങ്ങൾ ശാപത്തിന് കീഴ്പ്പെടുമെന്ന് പഠിപ്പിക്കുന്നവർ, നിങ്ങൾ പാപത്തിന് അടിമകളാണെന്ന് പഠിപ്പിക്കുന്നവർ. ഇത്തരത്തിലുള്ള പഠനങ്ങൾ ആധുനിക കാലത്ത് വിശ്വാസ സമൂഹത്തെ കാർന്നു തിന്നുന്നവയായി മാറിയിട്ടുണ്ട്. കുറെ പേർ ഈ അബദ്ധ പ്രബോധനങ്ങളിലാണ്. അതുകൊണ്ട് അവർ വിചാരിക്കുന്നത് തങ്ങൾ ഇങ്ങനെ വചനം പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോഴും, ഈ പഴയ നിലപാടുകൾ എടുക്കുമ്പോഴും, വസ്ത്രധാരണത്തെ ശ്രദ്ധിക്കുമ്പോഴും, ഭൗതികമായ സാഹചര്യങ്ങളിൽ പഴയ നിയമം പറഞ്ഞിട്ടുള്ള കൽപ്പനകളൊക്കെ പാലിച്ചു ജീവിക്കുന്നവർ അനുഗ്രഹീതരാകും, അല്ലാത്തവർ ശപിക്കപ്പെടും. അതുകൊണ്ട് ദശാംശം കൊടുത്താൽ നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കും എന്ന് പഠിപ്പിക്കുന്നവർ, നിങ്ങളുടെ സമ്പത്തിൽ എന്തെങ്കിലും ക്രമക്കേടുണ്ടാകുമ്പോൾ, സാമ്പത്തികമായ തകർച്ച ഉണ്ടാകുമ്പോൾ അവർ പറയുന്നത് ദശാംശം കൊടുക്കൂ, അപ്പോഴെല്ലാം ശരിയാകുമെന്നാണ്. ഇതൊരു പഴയ നിയമ ബോധമാണ്. ഇതൊരു പരിസയ മനോഭാവമാണ്. ആ പുളിമാവ് പടർത്തുകയാണ്. അങ്ങനെ ആചാരാനുഷ്ഠാനങ്ങളിൽ ബന്ധിതരായി ജീവിച്ചാൽ നിങ്ങൾ രക്ഷ പ്രാപിക്കും എന്ന നിലയ്ക്കുള്ള പഠനങ്ങൾ. അതേപോലെ ശുദ്ധീകരാത്മാക്കൾ ഭൂമിയിൽ വരുന്നുവെന്നും അവർ നമ്മോട് പ്രാർത്ഥന ആവശ്യപ്പെടുന്നുവെന്നും അവർ അവിടെ സഹിക്കുന്ന സഹനങ്ങൾക്കനുസരിച്ചാണ് ഭൗതികതയിൽ നമുക്ക് സഹനങ്ങൾ ഉണ്ടാകുമെന്ന് പഠിപ്പിക്കുന്നവർ. ഇത്തരത്തിലുള്ള അബദ്ധ പഠനങ്ങൾ വാസ്തവത്തിൽ ഏറെ വിശ്വാസികളെ ഇന്ന് വഴിതെറ്റിച്ചിട്ടുണ്ട്. അവർ അതിൽ ആശ്വാസം കണ്ടെത്തുകയും
അതിൽ ഉറക്കുകയും ചെയ്തിട്ടുണ്ട്. ക്രിസ്തു പഠിപ്പിച്ച വിശ്വാസത്തിന്റെ യഥാർത്ഥ മൂല്യത്തിൽ നിന്നും ക്രിസ്തുവാകുന്ന വഴിയിൽ നിന്നും തെന്നിമാറി സഭയുടെ ഔദ്യോഗിക പഠനങ്ങളെപ്പോലും അംഗീകരിക്കാതെ തങ്ങൾക്കുണ്ടായ സ്വകാര്യ വെളിപാടുകളെ കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ക്രിസ്തുവാണ് അനന്യമായ വചനമെന്നും ക്രിസ്തുവചനത്തിലാണ് ഉറക്കേണ്ടതെന്നും പറയുന്നതിന് പകരം ക്രിസ്തുവചനത്തെ ഉറപ്പിക്കുന്ന പഴയ നിയമത്തിലുള്ള പ്രതീകങ്ങളെ എടുത്തിട്ട് ഭൗതിക ആവശ്യങ്ങൾ നിറവേറുന്നതിനുള്ള കാര്യസാധ്യത്തിനുള്ള ഉപകരണങ്ങളാക്കി മാറ്റുന്നു. ഇത് പരിസയ മനോഭാവം നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതിന്റെ അടയാളങ്ങളാണ്. ഇനി ഈ ഫരിസേയ മനോഭാവം പോലെ തന്നെ അന്നേ നിലവിലുള്ള സദുക്കായ മനോഭാവമുണ്ട്. സദുക്കായ മനോഭാവം എന്താ ചെയ്യുന്നത്? സദുക്കായ മനോഭാവം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മെ സാധാരണത്വത്തിൽ നിന്ന് മാറ്റുന്നു, എന്നിട്ട് ഒരു ഭൗതിക പ്രപഞ്ചത്തിന് അനുസൃതമായ ഒരു രീതി ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. മരണശേഷം എന്നൊരു ജീവിതമില്ല. യേശുവിന്റെ രണ്ടാം വരവിനെ കുറിച്ചുള്ള പ്രതീക്ഷയാണ് യഥാർത്ഥ പ്രത്യാശയായി നമ്മിലുള്ളത്. അവൻ വീണ്ടും വരുമ്പോ വാനമേഘങ്ങളുടെ ആഗതനാകുമ്പോൾ അവൻ എതിരേൽക്കാൻ നിൽക്കേണ്ടവരാണ് നമ്മൾ. അവനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ഒരുക്കമാണ് ഭൗതിക ജീവിതം. തലവിധിയിലും പൊതുവിധിയിലും ദൈവസന്നിധിയിൽ നിൽക്കേണ്ടി വരുമെന്നും മരണാനന്തരം ഒരു ജീവിതമുണ്ടോ എന്നുള്ള യാഥാർത്ഥ്യം സഭ പഠിപ്പിച്ചുകൊണ്ടിരിക്കെ അതിന് വിരുദ്ധമായി ഭൗതികതയിലാണ് ലോകം, ഈ ലോകത്തിനപ്പുറം ഒരു ലോകമില്ല എന്ന് ധാരണയിൽ പഠിപ്പിക്കുന്നവർ. യേശുവിന്റെ കാലത്ത് പുരോഹിതവർഗം സദുക്കായരായിരുന്നു. അന്നാസും കയ്യഫാസും ഒക്കെ ഗണത്തിൽപ്പെടുന്നവരാണ്. അന്ന് ഈ പുരോഹിതവർഗം യഹൂദ വിശ്വാസക്രമത്തിലെ ഒരു ധാരയായിരുന്നു. ഫരിസേയർ പാരമ്പര്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ മരണാനന്തര ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയല്ലാതെ നിലനിൽക്കുന്ന സാഹചര്യങ്ങളിലാണ് ജീവിക്കേണ്ടത്, ഭൗതിക ആവശ്യങ്ങളാണ് നിറവേറേണ്ടത്, ഈ ലോകത്താണ് ഈ വിശ്വാസം ഫലപ്രാപ്തി ഉള്ളതാകുന്നത്, ഇതിനപ്പുറം ഒരു ലോകമുണ്ടെന്ന് പഠിപ്പിക്കുന്നവർ. അങ്ങനെ പഠിപ്പിച്ചിരുന്നവരാണ് പുരോഹിതവർഗം. പുരോഹിതവർഗം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് കാണുന്ന പുരോഹിതരെ അല്ല. കത്തോലിക്ക പൗരോഹിത്യം ഒരിക്കലും ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. അത് ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിലുള്ള ബന്ധമാണ്. പൗരോഹിത്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. പുരോഹിത വർഗമെന്ന നിലയ്ക്ക് പാരമ്പര്യമായി സിദ്ധിച്ച ഒരു കഴിവുകൊണ്ട് നിരന്തരമായി അവർ അനുവർത്തിച്ചു പോകുന്ന ജീവിതചര്യകളിലൂടെ കടന്നു പോകുന്ന അധികാര ശ്രേണിയായിട്ടാണ് പഴയ നിയമത്തിലെ പുരോഹിതഗണം. അവരാണ് ദൈവത്തോട് സംസാരിക്കാൻ കഴിവുള്ളവർ, അല്ലെങ്കിൽ ദൈവം പറയുന്ന വാക്കുകൾ പറയുന്നത്. അവരാണ് അധികാരം മുഴുവൻ കൈയാളുന്നത്. ആ നിലയ്ക്കുണ്ടായിരുന്ന പുരോഹിത വർഗം പഠിപ്പിച്ചിരുന്നത് ഒരു പ്രായോഗിക മതത്തെക്കുറിച്ചാണ്. മരണാനന്തരം ഒരു ജീവിതമില്ല, പുനരുദ്ധാനമില്ല, മാലാഖമാരില്ല, ആത്മാക്കൾ എന്ന് പറയുന്ന കാര്യമില്ല. അവർ ആത്മാവിൽ വിശ്വസിക്കുന്നില്ല. മത്തായി സുവിശേഷത്തിൽ 22-ാം അധ്യായത്തിൽ 23 മുതൽ 29 വരെ തിരുവചനങ്ങൾ നമുക്കത് കാണാം. സമാന്തര സുവിശേഷങ്ങളിലും സമാന ഭാഗങ്ങളിലും യഹൂദരുടെ പാരമ്പര്യത്തെ സംബന്ധിച്ചാണ് യേശുവിനോട് അവർ ചോദ്യം ചോദിക്കുന്നത്. യേശുവിനെ കൊടുക്കുക എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ്? ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, അവൻ മരിച്ചു, അവൻ സന്താനമില്ലാതെയാണ് മരിക്കുന്നത്, അതുകൊണ്ട് അവന്റെ സഹോദരൻ, ഇളയ സഹോദരൻ ഈ സ്ത്രീയെ വീണ്ടും കല്യാണം കഴിച്ചു. അങ്ങനെ അവനും സന്താനമില്ലാതെ മരിച്ചു, അവന്റെ ഇളയവനും അങ്ങനെ 7 പേരും ഈ സ്ത്രീയെ വിവാഹം ചെയ്തു. 7 പേരും സന്താനമില്ലാതെ മരിച്ചു. മരണാനന്തര ജീവിതത്തിൽ ഈ സ്ത്രീ ആരുടെ ഭാര്യയായി? മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് നമുക്ക് ഇന്നുള്ള ചില തർക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ 7 പേരും സന്താനമില്ലാതെ മരിക്കുകയും ഇവരെല്ലാവരും മരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മരണാനന്തര ജീവിതത്തിൽ ഈ സ്ത്രീ ആരുടെ ഭാര്യയായി? അപ്പൊ യേശു അവരോട് പറയുന്നത് 29-ാം തിരുവചനത്തിലുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നു. വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ചല്ലല്ലോ നിങ്ങൾ ചിന്തിക്കുന്നത്. അതായത് അടിസ്ഥാനമായ തിരുവചനത്തെ തള്ളിക്കളഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തെ തള്ളിക്കളഞ്ഞിട്ടാണ് അവർ ഈ വിശ്വാസത്തെ മുൻപോട്ട് വയ്ക്കുന്നത്. കേൾക്കുമ്പോൾ യുക്തിഭദ്രമെന്ന് തോന്നാവുന്നൊരു ചോദ്യമാണ്. മരണാനന്തര ജീവിതത്തെ ഈ ലോക ജീവിതവുമായി സമാനമായി കാണുന്ന ഒരു മനോഭാവമാണ് ഇവിടെ സദുക്കായരിൽ നിന്ന് പുറത്തു വരുന്നത്. മരണശേഷം ഇതേപോലെ തന്നെ ഒരു ലോകക്രമം വേറെ ഉണ്ടെന്നാണ് അവർ ധരിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന മതവിഭാഗങ്ങളുണ്ട്. അവിടെ മരണശേഷം നമുക്ക് തേനും പാലും ഒഴുകുന്ന സ്ഥലമുണ്ടെന്നും അവിടെ മദ്യം കിട്ടുമെന്നും അവിടെ സ്ത്രീകൾ ഉണ്ടാകുമെന്നും അവിടെ വേറൊരു ജീവിതമുണ്ടെന്നും അത് സുഖകരമായിരിക്കും എന്നൊക്കെ പഠിപ്പിക്കുന്നവർ. ഇത് ഒരു വിശ്വാസധാരയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ മരണാനന്തരം നമ്മൾ ദൈവദൂതന്മാരെ പോലെ ആയിരിക്കും.
അവിടെ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ചെയ്യുന്നില്ല. ഇതൊക്കെ ഭൂമിയിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. മരണാനന്തരം നമുക്ക് നിത്യസമ്മാനമുണ്ടെന്നും ആ നിത്യജീവിതം എന്താണെന്നും വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇത് സദുക്കായ മനോഭാവത്തിന്റെ പ്രത്യേകതയാണ്. ഇന്നും ഈ താൽക്കാലികതകളിൽ കുടുങ്ങിയുള്ള മനോഭാവത്തോടെ പ്രവർത്തിക്കുന്നവരുണ്ട്. ഈ ലോകത്തെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥന, വിശ്വാസം ഒക്കെ ഉള്ളത്. മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് അങ്ങനെ ഒരു ആലോചനയില്ല. എന്തിനാണ് നാം ഈ ലോകത്ത് ക്രിസ്തുമാർഗത്തിൽ ചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരെ സംബന്ധിച്ച് വളരെ എളുപ്പത്തിൽ പറയാവുന്ന ഉത്തരം ഈ ലോകത്തെ കാര്യങ്ങൾ നേടാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള പഠനങ്ങളെക്കുറിച്ചാണ് 1 കൊരിന്ത്യർ 15-19 സ്ലീഹ പഠിപ്പിക്കുന്നത്. ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ കർത്താവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ തീർച്ചയായും നിർഭാഗ്യരാണ് മറ്റെല്ലാവരെയും കാര്യം. ഈ ലോകത്തിലെ കാര്യങ്ങൾ നിറവേറേണ്ടതാണ്. നിറവേറുന്ന ഓരോ കാര്യങ്ങൾക്കകത്തും ദൈവിക ഇടപെടലുണ്ട്. പക്ഷേ ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നാം പ്രാർത്ഥിക്കുന്നതെന്നും ക്രിസ്തുവിലായിരിക്കുന്നതെന്നും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടാൽ യഥാർത്ഥ വിശ്വാസത്തിന്റെ മൂല്യത്തിൽ നമ്മൾ അകന്നു. ജീവിതം ജീവാർപ്പണത്തിന്റെ വേദിയാണ്. അവരതിനു വേണ്ടി സ്വയം സമർപ്പിക്കുന്നതിലൂടെ, ദൈവത്തെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം വ്യയം ചെയ്യുന്നതിലൂടെ നിങ്ങൾ യഥാർത്ഥ ജീവനെ നേടുമെന്ന് ക്രിസ്തു പഠിപ്പിക്കുമ്പോൾ അതിന് വിരുദ്ധമായി ഈ ലോകത്തെ താൽക്കാലികമായ കാര്യങ്ങൾ നിറവേറിയെടുക്കാൻ വേണ്ടിയാവണം പ്രാർത്ഥിക്കേണ്ടതെന്നും ഈ ലോകത്തിലെ ജീവിതത്തിന്റെ സുഭഗത പ്രാർത്ഥന വഴി നേടിയെടുക്കാമെന്നും തെറ്റിദ്ധരിപ്പിക്കുന്നവർ. നമ്മുടെ ഈ ലോക ജീവിതം പരിമിതമായ യാഥാർത്ഥ്യമാണ്. കഷ്ടതകളും സഹനങ്ങളും ഒക്കെ ഉണ്ട്. ഈ സഹനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നതിന്റെ ആന്തരികാർത്ഥം എന്താണ്? ഈശോ തന്നെ പറയുന്നത്, ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കാൻ ശ്രമിച്ചുകൊള്ളു. ക്രിസ്തുവിനെ പിന്നാലെ ചെല്ലാൻ പറയുമ്പോ മത്തായി സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 24-ാം തിരുവചനത്തിൽ അവിടെ നിന്ന് പറയുന്നത് സ്വയം നിഷേധിക്കണമെന്ന് മാത്രമല്ല, ഡിനൈ ഹിംസെൽഫ് മാത്രമല്ല, തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ കുരിശുകൾ നാം ചുമക്കണം, കഷ്ടതകൾ നാം നേരിടണം. ആ കഷ്ടതകളിലൂടെയാണ് കടന്നു പോകേണ്ടത്. എന്നിട്ട് എന്നെ അനുഗമിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ താൽക്കാലികമായ പ്രശ്നങ്ങളെ പരിഹരിച്ചെടുക്കാനുള്ള കുറുക്കു വഴിയായി വിശ്വാസത്തെ കാണരുതെന്ന് പഠിപ്പിക്കുന്ന ക്രിസ്തു വിശ്വാസത്തെ തള്ളിക്കളഞ്ഞിട്ടാണ് ഈ ലോകത്തിലെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള കുറുക്കു വഴിയാണ് വിശ്വാസം എന്ന നിലയ്ക്ക് പ്രചാരം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കൂ, കാര്യം നടക്കുമെന്ന് പഠിപ്പിക്കും. ഗലാത്യ 6:5 സ്ലീഹ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു, ഓരോരുത്തരും സ്വന്തം ഭാരം വഹിച്ചേ മതിയാകൂ. ഇതിൽ ഇളവില്ല. ഇത് ഈ ലോകത്ത് നേരിടുന്ന കുരിശുകളെ, കഷ്ടതകളെ, സഹനങ്ങളെ ഒക്കെ തള്ളിമാറ്റാനുള്ള വഴിയല്ല ക്രിസ്തുമാർഗം. ഓരോരുത്തരും സ്വന്തം ഭാരം വഹിച്ചേ മതിയാകൂ. ഓരോരുത്തരും സ്വന്തം കുരിശെടുത്തേ മതിയാകൂ. അതുകൊണ്ട് കഷ്ടതകൾ അതിജീവിക്കാനുള്ള എളുപ്പമാർഗമായി ക്രിസ്തു വിശ്വാസത്തെ ഇങ്ങനെ പുനരവതരിപ്പിക്കുക വഴി അതിനകത്തുകൂടെ ഈ സദുക്കായരുടെ മനോഭാവം പുറത്തു വരുന്നുണ്ട്. NLP പോലുള്ള മാനസിക വിദ്യകൾ, അതേപോലെ 4th ഡൈമെൻഷൻ, നിങ്ങൾ ഒരു വസ്തുവിനെ ഓർത്ത് പ്രാർത്ഥിക്കൂ, പ്രാർത്ഥിക്കുന്ന വസ്തു നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് മനസ്സിനെ ഇങ്ങനെ ഉപയോഗിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കാം. ഉപബോധ മനസ്സിനെ ക്രമപ്പെടുത്തിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാം, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും. ഇതൊരു പഠന രീതിയാണ്. ലോകത്ത് പറയുന്ന ഒരു കാര്യമാണ്. ലോകത്ത് പറയുന്ന ഈ പഠനത്തെ വിശ്വാസത്തിനകത്തേക്ക് കൂട്ടിയിണക്കിയിട്ടാണ് നിങ്ങൾ ഈ വചനം 3 നേരം പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കാര്യം നടക്കും. നിങ്ങൾ വചനം വായിക്കുന്ന എന്തിനാ? നിങ്ങൾ വചനം അറിയുന്ന എന്തിനാ? നിങ്ങളുടെ ജീവിതം രക്ഷാകരമായി മാറാൻ വേണ്ടിയാ. ഈ ലോക ജീവിതത്തിന്റെ പരിമിതികളെ മറികടന്ന് നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാ. നിത്യതയെ ലക്ഷ്യമാക്കിയാണ് പഠനം. എന്നാൽ ഇവിടെ പറയുന്നത്, നിങ്ങൾ വിവാഹം നടക്കുന്നില്ലേ, നിങ്ങൾ ഈ വചനം പ്രാർത്ഥിക്കൂ. ഈ വചനം പ്രാർത്ഥിക്കുമ്പോൾ വിവാഹം നടക്കും. നിങ്ങളുടെ ബിസിനസ് തകരുന്നുണ്ടോ, നിങ്ങൾ ഈ വചനം പ്രാർത്ഥിക്ക്, നിങ്ങളുടെ കാര്യം നടക്കും. നിങ്ങൾ 3 നേരം ഈ വചനം ആവർത്തിച്ച് ചൊല്ലൂ. നിങ്ങൾ വിശ്വാസപ്രമാണം ഇത്ര പ്രാവശ്യം ചൊല്ലൂ, നിങ്ങളുടെ ആവശ്യം നടക്കും, തിന്മ വിട്ടുപോകും എന്നൊക്കെ പഠിപ്പിക്കുന്നത് ഈ ഭൗതിക യാഥാർത്ഥ്യത്തെ പരിഹരിക്കാനുള്ള ഒരു കുറുക്കു വിദ്യയായി വിശ്വാസത്തെ അധപ്പതിപ്പിക്കുന്ന രീതിയാണ്. ഇത് യഥാർത്ഥത്തിൽ ഈ സദുക്കായ മനോഭാവത്തിന്റെ ഒരു പുനരവതരണമാണ്. നേരിട്ട് പറയുന്നില്ല, പക്ഷെ ഒരു പുനരവതരണമാണ്. ആത്മരക്ഷയെ പ്രധാനമായി കാണാനും നിത്യരക്ഷയ്ക്ക് വേണ്ടി ജീവിതത്തെ പരിമപ്പെടുത്താനും പഠിപ്പിക്കേണ്ടതിന് പകരം ഈ ലോകത്തിലെ ആവശ്യങ്ങൾ നിറവേറുന്നതാണ് പരമപ്രധാനമെന്നും ഭൗതിക ജീവിതമാണ് യാഥാർത്ഥ്യമെന്നും പഠിപ്പിക്കുന്ന ഒരു മനോഭാവം. ആവശ്യങ്ങൾ നേടാൻ പ്രാർത്ഥിക്കേണ്ട നമ്മൾ പറയുന്നില്ല. ആവശ്യങ്ങൾ നേടാൻ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് തമ്മിലുള്ള പരിമിതി ഓർമ്മപ്പെടാൻ വേണ്ടിയാണ്. ഞാൻ ഇത്രത്തോളമേ ഉള്ളൂ.
എന്റെ കഴിവുകൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത് എന്ന് ഏറ്റുപറയാനാണ് ദൈവാശ്രയ ബോധം ഉണ്ടാകുന്ന പ്രാർത്ഥനകൾ. അതല്ലാതെ കാര്യങ്ങൾ സാധിക്കാനുള്ള കുറുക്ക് വഴിയായിട്ടല്ല. രോഗം മാറാനും വിശപ്പ് മാറാനും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നാം നമുക്ക് നൽകപ്പെട്ട അറിവിലൂടെ ആനുകാലിക ലോകത്തുള്ള അറിവുകൾ ഉപയോഗിച്ച് അവയെ മറികടക്കാൻ ശ്രമിക്കണം. പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിക്കുമ്പോ എന്താണ്? മരുന്നോ ലേപനമോ ഔഷധമോ അല്ല, അവിടുത്തെ വചനമാണ് അവരെ സൗഖ്യപ്പെടുത്തിയത്. ദൈവത്തിന്റെ വചനമായ ക്രിസ്തുവാണ് യഥാർത്ഥത്തിൽ മരുന്ന് കഴിക്കുമ്പോഴും സൗഖ്യപ്പെടുത്തുന്നത് എന്ന് ബോധ്യമുണ്ടാവുകയും എന്റെ ജീവന്റെ നിയന്താവ് ദൈവമാണ് എന്ന ബോധ്യത്തിൽ നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കാൻ ഞാൻ പഠിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനു പകരം നിത്യത എന്നതിനെ തമസ്കരിക്കുന്നു, ഭൗതിക ജീവിത യാഥാർത്ഥ്യങ്ങൾക്കകത്ത് കുടുങ്ങിക്കിടക്കാനായി നിരന്തരം പ്രേരിപ്പിക്കുന്നു. ഇത് ഈ സദുക്കായ മനോഭാവത്തിന്റെ പ്രത്യക്ഷത്തിലുള്ള ഇടപെടലായിട്ട് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല. ഓരോ ജീവിതാവശ്യങ്ങളും ജീവിതത്തിൽ നേരിടുന്ന സമ്മർദ്ദങ്ങളും യഥാർത്ഥത്തിൽ നിത്യതയിലേക്ക് നോക്കാനുള്ള വഴി തുറക്കുന്ന വാതായനങ്ങളാണ്. പക്ഷെ അത് മറച്ചു വെച്ചിട്ട് നിങ്ങളൊരു ഭൗതിക വസ്തു ആവശ്യമുണ്ടെങ്കിൽ ആ വസ്തുവിനെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കും. ഒരു ലൈഫ് പ്ലാൻ എഴുതി വെച്ച് പ്രാർത്ഥിക്കും. നിങ്ങൾ വസ്തുവിനെ എങ്ങനെ ഓർത്ത് പ്രാർത്ഥിക്കാൻ പറയുന്നത് യോഗിച്ചോന്റെ പ്രാർത്ഥനയാണ്. ഫോർത്ത് ഡയമെൻഷൻ. കത്തോലിക്ക വിശ്വാസത്തിനകത്ത് അത് തിരികെ കയറ്റിയത് ആരും അറിയുന്നില്ല. നിങ്ങൾക്കൊരു ഭൗതിക വസ്തുവിനെ കുറിച്ചിട്ട് താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ കൃത്യമായ പേരും വിവരവും രൂപവും ഒക്കെ ഉണ്ടാകണം മനസ്സിൽ. അത് ഓർക്കണം എന്നാണ് പറയുന്നത്. ഇതൊരു എളുപ്പവിദ്യയാണ്. എങ്ങനെയാണ്? STR കുറയാൻ വേണ്ടിയാണ്. സെൽഫ് തിങ്കിങ് റേറ്റ് കുറയാൻ വേണ്ടിയാണ്. ഈ വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് എളുപ്പമുണ്ട്. നിത്യതയിലേക്ക് നോക്കാൻ നിങ്ങൾക്ക് എളുപ്പമില്ല. യേശു ക്രിസ്തുവിലേക്ക് നോക്കാൻ എളുപ്പമില്ല. എന്റെ ഭൗതിക ആവശ്യങ്ങൾ കേവലമായ ഭൗതിക ആവശ്യങ്ങൾ നിറവേറുമ്പോൾ പൂർത്തിയാകുന്നതല്ലെന്നും ഈ ആവശ്യങ്ങളുടെ സമ്മർദ്ദം എന്നിൽ വെളിപ്പെടുത്തുന്നത് നിത്യതയുമായി ബന്ധപ്പെട്ടൊരു ബോധമാണെന്നും ഒന്ന് നമുക്ക് ഓർമ്മയുണ്ടാവണം. രണ്ട്, അപരോന്മുഖമാകാൻ അത് പ്രേരിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവർ അനുഭവിക്കുന്ന വേദനകൾ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നമ്മുടെ കഷ്ടത നൽകുന്നുണ്ട്. ദാരിദ്ര്യം എന്തെന്നറിഞ്ഞവർക്ക് പാലിൽ പരക്ലേശ വിവേകമുള്ളൂ. കുഞ്ഞനമ്പ്യാര് പറയാം, ദാരിദ്ര്യം എന്തെന്നറിഞ്ഞവർക്ക് പാലിൽ പരക്ലേശ വിവേകമുള്ളൂ. നാം അനുഭവിക്കുന്ന കഷ്ടത, ഞെരുക്കം, ദാരിദ്ര്യം അത് മറ്റുള്ളവരെ കുറിച്ച് വിവേകപൂർവ്വം ചിന്തിക്കാൻ നമുക്ക് പ്രേരണ നൽകും. കഷ്ടപ്പെടുന്നവരെ ഓർക്കാൻ. എത്രയോ പേർ വേദന അനുഭവിക്കുന്നു. എന്റെ ഒരു വേദന വേറൊരുവന്റെ വേദനയെ എന്നിൽ അനുഭവപ്പെടുത്തുന്നില്ലെങ്കിൽ നിശ്ചയമായിട്ടും എന്റെ വേദനയിൽ കുടുങ്ങി ഞാൻ മരിക്കും. നിത്യസൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കാൻ വഴിയാണ് സഹനമെന്ന ബോധം എന്നിലുണ്ടാകുന്നില്ലെങ്കിൽ എന്റെ സഹനങ്ങൾ എന്നെ നിരാശയിലേക്ക് തള്ളും. അപ്പൊ നിത്യതയുമായി ബന്ധപ്പെട്ട ബോധത്തിൽ നമ്മളെ മാറ്റി ഭൗതിക സാഹചര്യങ്ങൾ ഉറപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എഴുതി വെക്കാനാ പറയുന്നത്. ഭാവിയിൽ എന്തായിത്തീരണം എന്നൊക്കെ എഴുതി വെക്കാനാ പറയുന്നത്. ശരിക്കും ഇത് ആര് പറയുന്നതാണ്? ഇതൊരു മനഃശാസ്ത്രപരമായ രീതിയിൽ നിലവിലുള്ളതാണ്. നിങ്ങൾ ഉപബോധ മനസ്സിനകത്തുള്ള വാക്യങ്ങളാണ് നിങ്ങളെ ഭരിക്കുക എന്ന് പറയുന്നു. നിങ്ങളെ ഭരിക്കേണ്ടത് ഉപബോധ മനസ്സാണോ പരിശുദ്ധാത്മാവാണോ? ആത്മാവ് എന്ന സത്യത്തെ പതിയെ തിരസ്കരിച്ചിട്ട് തള്ളി മാറ്റിയിട്ട് അവിടെ മനസ്സിന്റെ ബലത്തെ കൊണ്ടുവന്ന് വയ്ക്കുന്നു. മനസ്സാണ് പരമപ്രധാനം എന്ന് വരുന്നു. ഇതൊരു സദുക്കായ മനോഭാവത്തിന്റെ ഇന്നുള്ള അവതരണ രീതിയാണ്. അതങ്ങനെ അറിഞ്ഞിട്ട് തന്നെ ആവണം പ്രയോഗിക്കുന്നതെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. പക്ഷെ വാസ്തവത്തിൽ സംഭവിക്കുന്നതാണ് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ മനസ്സിന്റെ ബലം ഉപയോഗിച്ചല്ല നാം വിജയം വരിക്കേണ്ടത്. നാം വിജയം വരിക്കുന്നത് ആത്മാവിന്റെ ബലത്തിലാണ്. ആത്മാവിന്റെ ബലത്തിലാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളെ സംബന്ധിച്ച് ഈ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കും. ഭൗതിക നേട്ടങ്ങളെക്കാൾ ആത്മരക്ഷയ്ക്ക് വേണ്ടി ജീവിക്കണമെന്ന് പഠിപ്പിക്കും. സാധാരണ സമ്പത്തുണ്ടാകാൻ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഒരു 5000 രൂപയുടെ വസ്തു വാങ്ങുമ്പോൾ ഒരു 5000 രൂപ ആ വസ്തു നിങ്ങൾക്ക് നൽകുന്ന കമ്പനിയുടെ ഷെയറിലേക്ക് നിങ്ങൾ വിനിയോഗിക്കണം. നിങ്ങൾക്ക് എളുപ്പം സമ്പന്നനാകാന്നാ പറയും. വിശ്വാസം പറയുന്നത് എന്താ? നിങ്ങൾ ഇങ്ങനെ ചെലവാക്കുമ്പോൾ അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയും നിങ്ങൾ ചെലവാക്കണം. നിങ്ങൾ ഒരു വസ്തു വാങ്ങുമ്പോൾ നിങ്ങൾ ഒരു വസ്തു വാങ്ങി അതിനെ അനുഭവിക്കുമ്പോൾ അതില്ലാതെ പോകുന്നവരെ കൂടി കരുതാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണമില്ലാത്തവരെ കുറിച്ചും കരുതലുണ്ടാകണം. അങ്ങനെ ഭക്ഷണമില്ലാത്തവരെ കുറിച്ച് കരുതലുണ്ടാകുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ മുറിച്ചു വിളമ്പുന്ന അവസ്ഥയിലേക്ക് വരും. അങ്ങനെ ആത്മരക്ഷയിലേക്ക് പഠിപ്പിക്കേണ്ടതിന് പകരം നിങ്ങളുടെ ഭൗതികാവശ്യങ്ങളാണ് രക്ഷാകരമായ അനുഭവത്തിന്റെ അടിസ്ഥാനമെന്ന് പഠിപ്പിക്കുന്ന ഒരു സദുക്കായ മനോഭാവം നമ്മുടെ സഭാ സമൂഹത്തിനകത്ത്, വിശ്വാസ സമൂഹത്തിനകത്ത് വളർന്നു വരുന്നുണ്ട്. ഞാൻ സഭ എന്ന് പറയുമ്പോൾ, കത്തോലിക്ക സഭ എന്ന് പറയുമ്പോൾ സാർവത്രികമെന്ന് നിലയ്ക്കാം. എന്നെ സംബന്ധിച്ച് സഭയിൽ വിഭജനങ്ങളോ അതിനെക്കുറിച്ചൊന്നുമല്ല ഞാൻ ആലോചിക്കുന്നത്. യേശുവിൽ വിശ്വസിക്കുന്ന ക്രിസ്തു മാർഗത്തിൽ മുന്നേറുന്നവർ ചിന്തിക്കേണ്ട കാര്യമാണിത്. നിങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾ നിറവേറാനാണോ പ്രാർത്ഥിക്കേണ്ടത്? ഈ ഭൗതിക ആവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ
മുൻപോട്ട് വരുമ്പോൾ അവ ഉയർത്തുന്ന സമ്മർദ്ദങ്ങളെ ആത്മാവിന്റെ കണ്ണുകളിലൂടെ കാണാൻ പറ്റണം. ആവശ്യങ്ങൾ നേടാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടെന്നല്ല അർത്ഥം. പക്ഷെ അവയിൽ കുടുങ്ങിപ്പോകുമ്പോൾ നമ്മൾ ആത്മാവിന്റെ പ്രവർത്തനത്തിന് വിരുദ്ധമായി മനസ്സിന്റെ താല്പര്യങ്ങൾക്കകത്ത് കൊടുക്കപ്പെടുന്നു. ഇത് ഒരു സദുക്കായ മനോഭാവമാണെന്ന് തിരിച്ചറിയാം. നാം അറിയാതെ തന്നെ വിശ്വാസത്തിന്റെ വഴിയിൽ ഒരു ലോകാനുരൂപിയായ മതം രൂപപ്പെടുകയാണ്. നിങ്ങളുടെ മനഃശക്തി ഉപയോഗിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ നേടാം. മനസ്സാണ് പരമപ്രധാനം. വചനം ഉപയോഗിക്കുന്നത് പോലും ഈ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. ആത്മരക്ഷയെ സംബന്ധിച്ച പാഠങ്ങളിൽ നിന്ന് അകന്നു മാറി ഭൗതിക ചുറ്റുപാടുകൾക്കകത്ത് ജീവിതത്തെ തളച്ചിടുന്ന വിശ്വാസത്തിന്റെ പ്രതികൂലമായ ഒരു നിലപാട് ഈ സദുക്കായ മനോഭാവത്തിലൂടെ നമ്മുടെ വിശ്വാസത്തിന്റെ എല്ലാ വഴിയെയും തടയുന്നുണ്ട് എന്നത് നാം അറിയാതെ പോകും. പറയുമ്പോൾ എളുപ്പമാണ്, കാര്യങ്ങൾ നേടാൻ വേണ്ടിയാണല്ലോ. ഇങ്ങനെയുള്ളവർ പറയുന്ന 100 അനുഭവങ്ങളാണ്. വിവാഹം നടന്നതിന്റെ, രോഗം മാറിയതിന്റെ, സമ്പത്തുണ്ടായതിന്റെ, കടബാധ്യതകൾ മാറിയതിന്റെ, പരീക്ഷയിൽ വിജയിച്ചതിന്റെ, വിസ കിട്ടിയതിന്റെ ഒക്കെ കുറെ അനുഭവങ്ങൾ പറയാൻ പറ്റും. ഇത് ഫരിസേയ മനോഭാവത്തിലും കാണാം. നിങ്ങൾ ഈ ആരാധന രീതിയിലൂടെ പോയാൽ നിങ്ങൾക്ക് കാര്യം നടക്കും. അങ്ങനെയാണല്ലോ ഉടമ്പടി എടുക്കാനും നേർച്ച കാഴ്ചകൾ അർപ്പിക്കാനും ഇതിലൂടെയൊക്കെ കാര്യം സാധിക്കാമെന്ന് കരുതിയ ആളുകൾ ഓടിക്കൂടുന്നു. പറയുന്നതെല്ലാം ദൈവവചനമാണ്. പറയുന്നതിലൂടെ എല്ലാം ചെയ്യാൻ പറയുന്നത് ദൈവം പറഞ്ഞ പോലെ മാനസാന്തരത്തിന്റെ ജീവിതമാണ്, സുവിശേഷ പ്രഘോഷമാണ്, ഒക്കെ പറയുന്നത് ഇത് തന്നെയാണ്. പക്ഷെ ഇതിങ്ങനെ അനുഷ്ഠിച്ചാലാണ് നിങ്ങൾക്ക് അത്ഭുതം സംഭവിക്കുക. ഇങ്ങനെ ചെയ്താൽ മാത്രമേ സംഭവിക്കൂ. ഇങ്ങനെ അത്ഭുതങ്ങളിൽ കേന്ദ്രീകരിക്കുകയും ഈ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയാണ് വിശ്വാസം തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്ത ഫരിസേയ മനോഭാവവും, ഈ കാര്യങ്ങൾ നടന്നാൽ ഈ നിങ്ങളുടെ രക്ഷാനുഭവത്തിലാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഭൗതിക ലോകത്തിന്റെ ഒരു സാമാന്യ തത്വമായി വിശ്വാസത്തെ അധപ്പതിപ്പിക്കുന്ന സദുക്കായ മതവും നമ്മുടെ വിശ്വാസധാരയ്ക്കകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആ കാര്യം നമ്മൾ അറിയാതെ പോകുക. ഇത് നമ്മൾ അറിയുന്നില്ല. പ്രത്യക്ഷത്തിൽ നമ്മുടെ കാര്യം നടക്കുമെന്നുള്ള ഈ അനുഭവങ്ങൾ കേട്ടിട്ട് അതിന്റെ പിന്നാലെ നമ്മൾ പറയുന്നു. അങ്ങനെയാണ് ഞാൻ കാശിരൂപം കയ്യിൽ പിടിച്ച് പരീക്ഷ എഴുതിയപ്പോൾ എഴുതാൻ പറ്റി എന്ന് പറയും. പരീക്ഷ എഴുതാനുള്ള കുറുക്കോഴിയല്ല ആശീർവാദം. ഒന്നാമത് നമ്മുടെ മാമോദീസയെ പോലെ നമ്മൾ മറക്കുന്നു. മാമോദീസ വഴി ദൈവം നമ്മുടെ അകമയെന്നത് മറക്കുന്നു. ദൈവത്തിന്റെ ഇടപെടലാണ് ജീവിതത്തിന്റെ പരമപ്രധാനമായ എല്ലാ വിജയങ്ങളുടെയും പിന്നിലുള്ളതെന്ന് മറക്കുന്നു. പരാജയങ്ങളിലും ഈ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന പരമാർത്ഥവും തള്ളിക്കളയപ്പെടുന്നു. അങ്ങനെ കാര്യം സാധിക്കാനുള്ള ഉപാധിയായി ദൈവത്തെ പരിണമിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ചിന്തകൾ വിശ്വാസത്തിന്റെ എല്ലാ മേഖലകളിലെയും നിന്ന് കാർന്നു തിന്നുന്നുണ്ട്. അതുകൊണ്ട് സമ്പത്തുണ്ടാകുന്നതാണ് രക്ഷയെന്നും ജോലി കിട്ടുന്നതാണ് രക്ഷയെന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദശാംശം കൊടുക്കുമ്പോൾ നമ്മുടെ കടബാധ്യതകൾ മാറുമെന്ന് പറയുന്നതൊക്കെ വലിയ കാര്യങ്ങളായിട്ട് മാറുന്നു. ഒരിക്കലും ഒരു പ്രസംഗത്തിൽ കേട്ടതാണ്, 40 ലക്ഷം രൂപ ഒരു പള്ളിയുടെ അൾത്താര പണിയാൻ വേണ്ടി കൊടുക്കാൻ ഒരാൾ തീരുമാനിച്ചു. കടബാധ്യതയിലാണ്, വലിയ പ്രശ്നത്തിലാണ്. ഈ കടബാധ്യതകൾ മാറി ദശാംശമായിട്ട് അത് കൊടുക്കുന്ന ആൾ തീരുമാനിച്ചു. അത് നടന്നെന്ന് പറയാം. ഇത് കേൾക്കുന്നയാൾ വിചാരിക്കുന്നത് എന്താ? ഞാനും കൊടുത്താൽ വിജയിക്കും. ഒരു ബിസിനസ്സാണ്. പക്ഷേ ഇതിന്റെ പ്രതിലോമകരമായ ഒരു പ്രവർത്തനം എന്താണെന്നറിയാമോ? ഈ സമ്പത്ത് കയ്യിലില്ലാത്ത മനുഷ്യൻ, നിവൃത്തികെട്ട മനുഷ്യൻ, ദൈവാനുഗ്രഹം പ്രാപിക്കാൻ കഴിയാത്തത് സമ്പത്തില്ലാത്തതാണ്, ദൈവത്തിന് കൊടുക്കാൻ പറ്റാത്തതാണെന്ന് വിചാരിച്ച് അവൻ വിഷമിക്കാനിടയാവുന്നു. വാസ്തവത്തിൽ പള്ളിയുടെ അൾത്താര പണിതാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ് ശരിയാകുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കാം. പള്ളികൾ പണിയട്ടെ. പള്ളികൾ ഇങ്ങനെ അമ്പരചുംബികളായി പണിതുയർത്തി വിശ്വാസത്തിന്റെ യഥാർത്ഥ അടയാളം പള്ളികളാണ് തെറ്റിദ്ധരിപ്പിക്കുന്നു. വാസ്തവത്തിൽ വിശ്വാസത്തിൽ നിന്ന് എത്രമാത്രം വീണു പോകുന്നുണ്ട്. ഒരു ചെറിയ കാര്യം പോലും ദൈവത്തെ പ്രതി സഹിക്കാനോ മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീരാനോ കഴിയാത്തതിന്റെ പരിമിതി നിലനിൽക്കാം. ഞാനൊരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോ അവിടുത്തെ വികാരിച്ചനും ഞാനും കൂടി പള്ളിയുടെ മേഴയുടെ വാതിക്കൽ നിൽക്കാം. അപ്പൊ ദൂരെ നിന്ന് ഒരാൾ വരുന്നുണ്ട്. അച്ഛൻ പറഞ്ഞു, ആ വരുന്ന ആളെ ഒന്ന് ശ്രദ്ധിക്കൂ. ഞാൻ ശ്രദ്ധിച്ചു. അയാൾ വന്ന് അച്ഛനോട് കൂടെ കുശലമൊക്കെ പറഞ്ഞിട്ട് പോയി. അയാൾ അങ്ങ് പോയി കഴിഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു, പള്ളിക്ക് 7 പൊന്നാലക്കുട വന്ന ചേട്ടനാണ്. എന്നിട്ട് തുടർന്ന് പറഞ്ഞ ഭാഗമാണ്, മഹാ അഹങ്കാരിയ, അല്പനാണ്, ഒരാളോടും കരുണ കാണിക്കില്ല, സ്വന്തം സഹോദരന് അവകാശം കൊടുക്കാതെ തട്ടിയെടുത്ത് ജീവിക്കുന്നവനാണ്. പള്ളിക്ക് 7 പൊന്നാലക്കുട കൊടുക്കും. വലിയ ആളാണ്. കാര്യം മനസ്സിലായില്ലേ? ഇതൊരു കേവലം ഒരു ഇടവക വികാരിക്ക് മനസ്സിലായെങ്കിൽ ദൈവസന്നിധിയിൽ അയാൾ എങ്ങനെയായിരിക്കും? ഇപ്പൊ ഭൗതിക നേട്ടങ്ങളിൽ അടിയുറച്ചും ഈ ലോക താല്പര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയും സ്വന്തം കാര്യങ്ങൾ, സ്വന്തം ഇഷ്ടങ്ങൾ നിറവേറാൻ വേണ്ടിയുമാണ് ദൈവം എന്ന് പഠിപ്പിക്കുന്ന സങ്കുചിതമായ വാദത്തിന്റെ എല്ലാത്തരം പ്രയോഗങ്ങളും നമുക്ക് വിശ്വാസത്തിന്റെ ഇന്നുള്ള കാലഘട്ടത്തിൽ കാണാൻ പറ്റും. ഇനി ഇവരൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട നിയമം എന്താണ്? പഴയ നിയമം കേന്ദ്രീകരിച്ചതാണ്. സദുക്കായർ പഞ്ചഗ്രന്ഥി മാത്രമേ അംഗീകരിച്ചിരുന്നുള്ളൂ. ഫരിസേയർ അങ്ങനെയല്ല, അതിനിപ്പുറത്തുള്ള ഗ്രന്ഥങ്ങളെയും അംഗീകരിക്കും. പക്ഷേ
രണ്ടുപേരും അംഗീകരിക്കുന്നത് ഈ പഴയ നിയമത്തെയാണ്. യേശുക്രിസ്തുവിലാണ് നാം യേശുക്രിസ്തുവിലായ നാം എന്തിനാണ് പഴയ നിയമത്തെ പ്രമാണിക്കുന്നവരായി മാറുന്നത്? പഴയ നിയമം വായിക്കരുതെന്നോ അറിയരുതെന്നോ അല്ല പറയുന്നത്. പഴയ നിയമം പുതിയ നിയമത്തിന് മുന്നോടിയാണ് എന്ന ബോധ്യത്തിൽ പഴയ നിയമത്തെ കാണുകയും അംഗീകരിക്കുകയും ചെയ്യണം. പക്ഷെ പഴയ നിയമത്തെ അനുവർത്തിക്കേണ്ടവരല്ല നമ്മൾ. കൽപ്പനകളെ ക്രിസ്തു പൂർത്തീകരിക്കുകയും നിയമത്തിന്റെയും പ്രവാചകന്മാരുടെയും പൂർത്തിയായി സ്വയം വെളിപ്പെടുത്തുകയും ചെയ്തു. താബോർ മലയിൽ വെച്ച് നമുക്ക് 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം എന്നാണ് സ്ത്രീഹന്മാർ പറയുന്നത്. 3 കൂടാരങ്ങൾ, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയയ്ക്ക്, ഒന്ന് നിനക്ക്. അതായത് പഴയ നിയമത്തെ ചേർത്ത് വെച്ചിട്ടുണ്ട് പോക്ക് പോകാന്നാ പറയുന്നത്. ഒരു മേഘം വന്ന് മൂടി അവരെ. സീനായ് മലമുകളിൽ ദൈവം വരുമ്പോൾ ഇങ്ങനെ മേഘം വരുമായിരുന്നു, അതുപോലെ മേഘം വന്നവരെ മൂടി. എന്നിട്ട് ഈ മേഘത്തിൽ നിന്നൊരു സ്വരം കേൾക്കുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്ക് കേൾക്കുവിൻ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്ക് കേൾക്കുവിൻ. നിങ്ങൾ ഈ പഴയതന്വേഷിച്ചല്ല പോവേണ്ടത്, ഇവന്റെ വാക്ക് കേൾക്കുവിൻ, അവനെ അനുഗമിക്കുവിൻ. നമ്മൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പഴയ നിയമത്തെ അല്ല പ്രമാണിക്കേണ്ടത്. 10 കൽപ്പനകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പഴയ നിയമഗ്രന്ഥത്തിലെ ഓരോ വചനത്തെയും എടുത്ത് ജീവിതത്തിന്റെ നടപ്പ് വഴിയായി തീരുമാനിക്കുന്ന വിധം അധപ്പതിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയാണ്. ആശയമായിരുന്ന ഒരു ദൈവബോധത്തെ ആളത്വമായ ഒരു ദൈവബോധത്തിനകത്തേക്ക് തിരികെ കയറ്റാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഈ ആളത്വത്തെ അസ്ഥിരീകരിക്കുന്ന പ്രവൃത്തിയാണ്. ക്രിസ്തുമാർഗത്തിന്റെ അനന്യതയെ തള്ളിക്കളയുന്ന പ്രവൃത്തിയാണ്. രക്ഷയെ സംബന്ധിച്ച ബോധ്യത്തിലൂടെ വീണുപോകാൻ ഇടയാകും വിധം ഈ ലോക താല്പര്യങ്ങളിൽ കൊടുക്കുന്ന പ്രവൃത്തിയാണ്. അത് പരിസയ മനോഭാവത്തിലാണെങ്കിലും സദുക്കായ മനോഭാവത്തിലാണെങ്കിലും നമുക്ക് കാണാൻ പറ്റും. ഇത് രണ്ടും സഭയ്ക്കകത്ത്, വിശ്വാസ സമൂഹത്തിനകത്ത് പ്രബലമാണ് എന്ന കാര്യം നമ്മൾ അവഗണിച്ചുകൂടാ. ഇത് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് കാര്യം കാണാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾ ഈ വചനം ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുമെന്ന് പറയുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു പിഴവുണ്ട് എന്ന കാര്യം തിരിച്ചറിയാനായിട്ട് വിശ്വാസികൾക്ക് വേണം. സാമാന്യഗതിയിൽ കാര്യം കാണാനുള്ള വ്യഗ്രതയിൽ, ജീവിതം നേരിടുന്ന പ്രതിസന്ധിയിൽ ഇതൊന്നും ചിന്തിക്കാൻ മനുഷ്യന് കഴിയുന്നില്ല. അതുകൊണ്ട് ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. ആൾക്കൂട്ടങ്ങൾ യഥാർത്ഥത്തിൽ ആന്തരികത നഷ്ടപ്പെട്ടവരായി മാറുമ്പോണ്ടാകുന്ന കാര്യമാണ്. ആന്തരികത നഷ്ടപ്പെടാതിരുന്നൊരു കാലത്ത് വിശ്വാസികൾ പരിമിതമായിരുന്നു. വിശ്വാസികളുടെ എണ്ണത്തിലല്ല കാര്യം നടന്നത്, ഗുണത്തിലാണ്. അവർ സ്വയം സമർപ്പിക്കുന്നവരായിരുന്നു. സ്വന്തം ജീവനെ വില കൽപ്പിക്കാതെ അവരിന് വേണ്ടി ജീവിക്കാൻ കരുത്തുള്ളവരായിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധാത്മാക്കളായത്. തങ്ങളെ തന്നെ മറന്ന് അവരിന് വേണ്ടി ജീവിക്കാൻ കരുത്തു കാണിച്ച മനുഷ്യർ ക്രിസ്തുവിൽ ഉറച്ച ബോധ്യത്തോടെ മുൻപോട്ട് പോയപ്പോ ഇന്ന് ഈ ഉറപ്പ് നഷ്ടപ്പെടുന്നു. കേവല ആൾക്കൂട്ടങ്ങളായി മാറുന്നു. ആള് കൂടുന്നതാണ് വലിയ കാര്യമെന്ന് ചിന്ത വരുന്നു. വിസ കിട്ടുന്നതാണ് പ്രധാനമെന്നും ജോലി കിട്ടുന്നതാണ് പ്രധാനമെന്നും വീട് വെക്കുന്നതാണ് പ്രധാനമെന്നും പഠിപ്പിക്കേണ്ടതിന് പകരം രക്ഷയെ സംബന്ധിച്ച് പഠിപ്പിക്കാൻ കഴിയണം. ഇവയെല്ലാം ഭൗതിക ആവശ്യങ്ങളാണ്, നിറവേറേണ്ടതാണ്. അവരൊന്നും തടസ്സമില്ല. ഇത് വിശ്വാസിയും അവിശ്വാസിയും ഇതൊക്കെ നേടുന്നുണ്ട്. വീട് വെക്കുന്ന വിശ്വാസികൾ മാത്രമല്ല, എല്ലാവരും വീട് വെക്കുന്നുണ്ട്, എല്ലാവർക്കും ജോലി കിട്ടുന്നുണ്ട്, എല്ലാവരും വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്നുണ്ട്. ഈ ലോകം ഇപ്രകാരം പരിമിതികൾ മറികടക്കാൻ ദൈവം തന്നെ കഴിവ് ഉപയോഗിച്ച് മനുഷ്യൻ പ്രവർത്തിക്കുന്ന ഇടമാണ്. അതുകൊണ്ട് ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോഴും രക്ഷയെക്കുറിച്ചുള്ള ബോധം വേണം. ജോലി കിട്ടാൻ പ്രാർത്ഥിക്കുമ്പോൾ ജോലി കിട്ടുമെന്ന ഒരു കേവല വിശ്വാസം നടക്കുന്നതിനേക്കാൾ ഈ ജോലി കിട്ടുമ്പോൾ ദൈവേഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് ചിന്തിക്കാനുള്ള ഒരു വിവേകം അതിനകത്ത് ഉണ്ടാകുന്നില്ലെങ്കിൽ, രക്ഷയെ സംബന്ധിച്ച ബോധ്യം ഉണ്ടാകുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് കിട്ടിയ ജോലി കേവലം മാനുഷികതയിൽ ഒതുങ്ങും. അത് രക്ഷയ്ക്ക് കാരണമായിട്ട് മാറില്ല. സമ്പത്ത് നിങ്ങൾക്കുണ്ടാകുന്നു, നിങ്ങളുടെ അധ്വാനം ഫലിക്കുന്നു, നിങ്ങൾ സമ്പത്ത് ആർജിക്കുന്നു. നിങ്ങൾ ആർജിക്കുന്ന സമ്പത്ത് ദൈവിക ദാനമാണ് എന്ന ബോധ്യം നിങ്ങൾ നിലനിർത്തുകയും ഇത് അവരുമായി പങ്കുവെക്കുക എന്നൊരു ദൈവിക ദൗത്യം നിങ്ങളിൽ ഉണ്ട് എന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോഴാണ് നിത്യരക്ഷയ്ക്ക് ഉതകും വിധം നിങ്ങളുടെ സമ്പത്തിനെ നിങ്ങൾക്ക് വിനിയോഗിക്കാൻ പറ്റുക. അതിനെക്കുറിച്ചാണ് വിശ്വാസം പഠിപ്പിക്കുന്നത്. അതിനു പകരം ഈ ഭൗതിക നേട്ടങ്ങളാണ് ദൈവദാനമെന്നും ആ ദൈവദാനം എനിക്ക് വേണ്ടി നൽകപ്പെട്ടതാണെന്നും എന്റെ പ്രാർത്ഥനയുടെ ഫലമാണെന്നും ഈ അത്ഭുതമാണെന്നും ഞാൻ വചനം പാലിക്കുന്നതുകൊണ്ടാണെന്നും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് മാറുന്നു. അപ്പോ കഷ്ടപ്പെടുന്നവരൊക്കെ ദൈവത്താൽ ശപിക്കപ്പെട്ടവരായും തള്ളപ്പെട്ടവരായും ചിത്രീകരിക്കപ്പെടുന്നു. മഹാഭൂരിപക്ഷം വരുന്ന പട്ടിണിപ്പാവങ്ങളെ ഇപ്രകാരം തള്ളിക്കളഞ്ഞിട്ട് കാര്യസാധ്യങ്ങൾ നേടിയെടുക്കുന്ന ഈ ലോകത്ത് വിജയം പ്രാപിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ രക്ഷ പ്രാപിച്ചവരെന്ന് പറഞ്ഞു വെക്കുകയാണ് പറയാതെ തന്നെ. ഇത് നിത്യരക്ഷയെ സംബന്ധിച്ച ബോധ്യത്തിൽ നിന്ന് ഭൗതികതയുടെ താൽക്കാലികതയിലേക്ക് മനുഷ്യനെ പിടിച്ചു താഴ്ത്തുന്ന പ്രവൃത്തിയാണ്. അത് അങ്ങനെ തന്നെ തിരിച്ചറിയാൻ പറ്റണം. മരണശേഷമുള്ള ലോകത്തെക്കുറിച്ച് ഫരിസേയ വിഭാഗം പഠിപ്പിക്കുമ്പോൾ അവിടെ നിത്യശിക്ഷയിലാണെന്നും ശുദ്ധീകരണ അഗ്നിക്കകത്താണെന്നും അതുകൊണ്ട് അവരുടെ പീഡകളൊക്കെ നമ്മളെ ബാധിക്കും എന്ന് പറഞ്ഞ് ഒരു ഭാഗത്ത് നമ്മൾ പഠിപ്പിക്കുമ്പോൾ അത് അന്ധവിശ്വാസമാണ്.
ആ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയാണ് പരിസയ മനോഭാവം. അതേസമയം ഇപ്പുറത്താകട്ടെ അതിനെക്കുറിച്ച് പറയുന്നേയില്ല. രക്ഷയെ സംബന്ധിച്ചും ഭൗതിക ജീവിതത്തിന് അപ്പുറത്തുള്ള ജീവിതത്തെ കുറിച്ച് പഠിപ്പിക്കുന്നേയില്ല. ഭാവാത്മകമായി ക്രിസ്തു നമ്മൾ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കുന്നില്ല. പുനരുദ്ധാനം ഇല്ല എന്ന് നേരിട്ട് പറയുന്നില്ല. പക്ഷെ ഈ ലോകത്തിലെ കാര്യങ്ങളിൽ ഉടക്കി കിടക്കാൻ പ്രേരണ നൽകുന്ന വിധം ഈ ലോക താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കാനും പ്രാർത്ഥിക്കാനും നിരന്തരം സമ്മർദ്ദപ്പെടുത്തുന്നു. ആധുനിക കാലത്ത് ഈ സദുക്കായ മനോഭാവം വിശ്വാസത്തിനകത്ത് നുഴഞ്ഞു കയറുമ്പോൾ ആത്മാവില്ലെന്ന് നേരിട്ട് പഠിപ്പിക്കില്ല. പകരം ഭൗതികതയെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഭൗതികതയാണ് ജീവിതത്തിന്റെ പരമാർത്ഥം എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കും. നിത്യരക്ഷയാണ്, ആത്മാവാണ് പരമപ്രധാനം എന്ന് പഠിപ്പിക്കുന്നതിന് പകരം നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഭൗതിക ചുറ്റുപാടുകളെയും സംബന്ധിച്ച പഠനങ്ങളിൽ അവ നേടിയെടുക്കാനും അവയിൽ എങ്ങനെ ലഭിക്കാമെന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ആത്മരക്ഷയെക്കുറിച്ച് പഠിപ്പിക്കില്ല. യേശുവിന്റെ കാലത്ത് സദുക്കായ മനോഭാവം എങ്ങനെയായിരുന്നു? ആത്മാവില്ലെന്ന് പഠിപ്പിക്കും. അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നും ഇല്ലെന്ന് പഠിപ്പിക്കും. അത് അവർക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. പക്ഷെ ആധുനിക കാലത്ത് ഭൗതികതയാണ് പരമപ്രധാനം എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുക. ഭൗതിക നേട്ടങ്ങളാവുന്ന അത്ഭുതങ്ങളെ തിരസ്കരിക്കില്ല. പക്ഷെ ആത്മാവിന്റെ പ്രകാശത്തിലേക്കാണ് നിങ്ങൾ പോകേണ്ടത് എന്ന കാര്യം, ആത്മരക്ഷയെ കേന്ദ്രീകരിച്ചാണ് ജീവിക്കേണ്ടത് എന്ന കാര്യം പഠിപ്പിക്കില്ല. പുതിയ കാലത്ത് സദുക്കായ മനോഭാവം മരണാനന്തര ജീവിതം ഇല്ലെന്ന് പഠിപ്പിക്കില്ല. അതൊക്കെ ഒരു പുറത്തുണ്ടായിക്കോട്ടെ എന്ന് കരുതി അവർ വിടുകയാണ്. പക്ഷെ ഭൗതിക ജീവിത യാഥാർത്ഥ്യത്തിനകത്ത് നേട്ടങ്ങൾ നേടുക, സൗഭാഗ്യം അനുഭവിക്കുക, അതൊക്കെയാണ് ദൈവാനുഗ്രഹമെന്ന് തെറ്റിദ്ധരിപ്പിക്കും. അപ്പൊ കേവല താൽക്കാലികതയിൽ കുടുങ്ങി ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു വിശ്വാസ മനോഭാവം സദുക്കായരുടേതായിട്ട് ഇന്ന് നിലനിൽക്കുന്നുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ എന്ന കാര്യം നാം തിരിച്ചറിയണം. ഈ പറഞ്ഞതിന്റെ ആകത്തുക എന്നാണ് ഭൗതികതയ്ക്കകത്ത് ജീവിക്കാനുള്ള ക്രിസ്ത്യാനിറ്റി. ക്രിസ്തു പറഞ്ഞു ഞാൻ വഴിയും സത്യവും ജീവനുമാണ്, പിതാവിലേക്ക് പോകാനുള്ള വഴിയാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ ഇവിടെയൊക്കെ തങ്ങി നിൽക്കാനുള്ള ഒരു വിശ്വാസം എന്ന നിലയ്ക്ക് ക്രിസ്ത്യാനിറ്റി അവതരിപ്പിക്കും. യഥാർത്ഥത്തിൽ ആന്റി ക്രൈസ്റ്റിന്റെ, എതിർ ക്രിസ്തുവിന്റെ വാദമാണ് ഈ ലോക താല്പര്യങ്ങളിൽ ഉടക്കി ജീവിക്കുക, സ്വന്തം കാര്യം അന്വേഷിക്കുക, അവനവന്റെ ജീവിതം സുഖകരമാക്കാൻ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയും വിശ്വാസവും ഒക്കെ ഈ താൽക്കാലികതയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് പഠിപ്പിക്കുക. ഈ രണ്ട് ധാരകളും യഥാർത്ഥത്തിൽ ഇന്ന് സഭയ്ക്കകത്ത് പ്രബലമാണ് എന്ന കാര്യം നാം കാണണം. നേരിട്ടല്ല, ഒളിഞ്ഞും പറഞ്ഞുമാണ്. രണ്ടും പറയുന്നത് ഒരാൾ തന്നെയാകാം. ഈ പരിസയ മനോഭാവത്തിലൂടെയും ഈ സദുക്കായ മനോഭാവത്തിലൂടെയും നയിക്കുന്നവർ ഒരാൾ തന്നെയാകാം. ഒരുവനിലൂടെ തന്നെ ഈ രണ്ടും പുറപ്പെടും. ആന്റി ക്രൈസ്റ്റ് ആയിരുന്നാൽ മതി. പ്രത്യക്ഷത്തിൽ ക്രിസ്തു വിശ്വാസത്തിലാണെന്ന് പറയുകയും അതേസമയം ആഭിചാരത്തെക്കുറിച്ച് പഠിപ്പിക്കും, വൈശാചിക ആക്രമണത്തെക്കുറിച്ച് പഠിപ്പിക്കും, നിങ്ങൾ പാപത്തിന് അടിമകളാണെന്ന് പഠിപ്പിക്കും, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ കാരണം നിങ്ങളുടെ പ്രവൃത്തികളാണെന്ന് പഠിപ്പിക്കും. അങ്ങനെ മനുഷ്യനെ ക്രിസ്തുവിനുള്ള നിത്യരക്ഷയിലേക്കും വിശ്വാസം വഴി നേരിടുന്ന കൃപയുടെ അനുഭവത്തിലേക്ക് നയിക്കേണ്ടതിന് പകരം ഈ ലോകത്തിന്റെ താല്പര്യങ്ങൾക്ക് ഉതകും വിധമാക്കി മാറ്റും. ഇതാണ് ലോകാനുരൂപിയായ പുതിയ മതം. അത് വിശ്വാസ സമൂഹത്തിനകത്ത് പ്രബലമാണ്. നമ്മുടെ വിശ്വാസ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പ്രാർത്ഥനകളിലും ധ്യാനങ്ങളിലും ഒക്കെ നാം അറിയാതെ തന്നെ ഒളിച്ചു കടത്തപ്പെടുന്ന ഇത്തരത്തിലുള്ള അബദ്ധങ്ങളെക്കുറിച്ച്, അബദ്ധ പ്രബോധനങ്ങളെക്കുറിച്ച് നാം അറിയണം. ഇത് പുളിമാവാണ്. ഇത് നമ്മെ പുളിപ്പിക്കും. ആത്മാർത്ഥതയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്തപ്പം കൊണ്ട് തിരുനാൾ ആഘോഷിക്കാൻ വിളിക്കപ്പെട്ട നാം ഈ പുളിപ്പുകളിൽ പെട്ടാണ് ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാമതൊരു തരം പുളിപ്പ് ഇന്ന് വിശ്വാസ സമൂഹത്തിനകത്ത് കടന്നുകൂടിയിട്ടുണ്ട്. അത് ഹെറോദേസിന്റെ പുളിമാവാണ്. അധികാരപക്ഷവുമായി സന്ധി ചെയ്യുന്ന ഒരു മനോഭാവം, ഭരണ താല്പര്യങ്ങളുമായി ചേർന്ന് പോകുന്ന ഒരു മനോഭാവം, വിശ്വാസികളുടെ രക്ഷയ്ക്ക് ഭരണകൂടം നിലനിൽക്കുമ്പോൾ സഹായം കിട്ടുമെന്ന് പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം ഭരണാധിപത്യങ്ങളെ പുകഴ്ത്തുന്ന, താലോലിക്കുന്ന ഒരു മനോഭാവം നമുക്ക് ആനുകാലിക ഇന്ത്യയെ കാണാവുന്ന കാര്യമാണ്. മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നു, ഛത്തീസ്ഗഡിൽ ആക്രമിക്കപ്പെടുന്നു, മധ്യപ്രദേശിൽ ആക്രമിക്കപ്പെടുന്നു, യു പിയിൽ ആക്രമിക്കപ്പെടുന്നു. നിരവധിയായ ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിൽ, ഉത്തരാഖണ്ഡിലും ജാർഖണ്ഡിലും അടക്കം നിരവധിയായ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ വിശ്വാസം പീഡിപ്പിക്കപ്പെടുന്നു. വചനം വായിക്കാൻ കഴിയുന്നില്ല, ആരാധനയിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല, വിശ്വാസികളാണെന്ന് പറയുന്നവർ അധിക്ഷേപിക്കപ്പെടുന്നു, ആക്രമിക്കപ്പെടുന്നു. അപ്പോഴും ഇതൊക്കെ ഭരണവർഗത്തിന്റെ ഒത്താശയോടെയാണ് നടക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഇത്തരത്തിലുള്ള വർഗീയ വിഘടന ശക്തികൾ രാജ്യത്തെ ദുർബലപ്പെടുത്തുമെന്നറിഞ്ഞിട്ടും അതൊന്നും കാണാതെ കണ്ണടച്ച് നമുക്ക് ഉപകാരം ചെയ്യുന്നവർ ഇവരാണ്, അവർ നമ്മോട് നല്ല കരുണയിലാണ്, അതുകൊണ്ട് അവരുടെ കേക്കും വൈനും വാങ്ങിച്ച് കഴിക്കാമെന്ന് പഠിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ആളുകൾ ഒരു
സൗഹൃദ മനോഭാവം ഭരണകൂടങ്ങളുമായി വെച്ച് പുലർത്തുന്നു. ഇതേ ഭരണകൂടത്തിന്റെ തൽപ്പുറങ്കിൽ കിടന്നാണ് ഫാദർ സ്റ്റാൻസാമി മരിക്കുന്നത്. സ്റ്റാൻസാമി യഥാർത്ഥത്തിൽ രക്തസാക്ഷിയാണ്. ആനുകാലിക ഇന്ത്യയുടെ ഭരണ നേതൃത്വം ഫാസിസ്റ്റ് മനോഭാവത്തോടെ പ്രവർത്തിച്ചത് കൊണ്ട് ഒരു സ്ട്രോ പോലും കിട്ടാതെ 84 വയസ്സുള്ള മധ്യവയോധികനായ ഒരു പുരോഹിതൻ, ദളിതർക്ക് വേണ്ടി ന്യായമായ സമരങ്ങൾ നയിച്ച, നിയമസഹായം തേടിയ ഒരു പുരോഹിതൻ രക്തസാക്ഷിയായി മാറി. നമുക്ക് അതിനെക്കുറിച്ച് ചിന്തയില്ല, നാം അതിനെക്കുറിച്ച് ഓർക്കുന്ന പോലുമില്ല. സ്റ്റാൻസാമിയെ നാം തള്ളും, ക്രിസ്തുവിനെ തന്നെയാണ് നാം തള്ളുന്നത്, പക്ഷെ നാം അത് തിരിച്ചറിയുന്നില്ല. എന്നിട്ട് നാം ഭരണവർഗത്തെ ഇങ്ങനെ സൂചിപ്പിച്ചുകൊണ്ടേ. ഇവർ നമുക്ക് ഉപദ്രവമൊന്നും ചെയ്യുന്നില്ല, ഇവിടെ ഉപദ്രവമൊന്നും ഇല്ലല്ലോ. കടുവ എവിടെയും കടുവയാണ്. നരഭോജിയായ കടുവ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ കടുവ വിശുദ്ധ കടുവയാകുന്നില്ല, അത് നരഭോജി തന്നെയാണ്. ലോകത്തെവിടെയും മനുഷ്യത്വം ഹീനമായി ഹിംസിക്കപ്പെടുമ്പോൾ, ദളിതരും ന്യൂനപക്ഷങ്ങളും ആക്രമിക്കപ്പെടുമ്പോൾ ശബ്ദമുയർത്തി പറയേണ്ടവരാണ് ക്രിസ്ത്യാനികൾ. സ്നാപകന്റെ പ്രവൃത്തി അതായിരുന്നു. ഹെറോദസിന്റെ കാലത്ത് ഹെറോദസ് ചെയ്യുന്ന ഒരു അന്യായത്തെ തുറന്നു കാട്ടാൻ ബലം കാണിച്ച ആളുടെ പേരാണ് സ്നാപകൻ. തലയേറ്റു പോയാലും സത്യം പറയുമെന്ന് ഉറച്ച ഒരാൾ. നമ്മളെങ്ങനെയാ? നമുക്ക് ഈടിപ്പേടിയാണ്, പലവിധ പേടികളാണ്. അതുകൊണ്ട് ഭരണകൂടവുമായി ഏറ്റുമുട്ടലുണ്ടാകാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ നമുക്ക് താല്പര്യമില്ല. അവരോട് ചോദ്യങ്ങൾ ചോദിക്കില്ല. സകല മനുഷ്യർക്കും വേണ്ടി ഉത്തരവാദിത്തമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. സകല മനുഷ്യർക്കും വേണ്ടി എവിടെ അനീതി ഉണ്ടാകുന്നുവോ അവിടെ അതിന്നെ ഭരണമൊന്നുമില്ല. ഏത് ഭരണകൂടത്തിനെതിരെയാണെങ്കിലും സാമ്രാജ്യ ശക്തികൾക്കെതിരെയാണെങ്കിലും നിവർന്നു നിൽക്കാൻ കൽപ്പുണ്ടാകേണ്ടവരാ ക്രിസ്ത്യാനി. പക്ഷെ നമ്മൾ എങ്ങനെയാണ്? നമ്മളിങ്ങനെ ഒരു പ്രീണന നയത്തിലൂടെ കടന്നു പോകുന്നു. ഹെറോദസ് പക്ഷക്കാരോട് ചേർന്ന്, ഹെറോദസ് പക്ഷക്കാർ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി എന്താ? ഫരിസേയരോട് ചേർന്നിട്ടാണ് അവർ യേശുവിനെ ക്രൂശിക്കാൻ നോക്കുന്നത്. ഫരിസേയരും സദുക്കായരും ഹെറോദസ് പക്ഷക്കാരും യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ക്രിസ്തുവിന്റെ മരണമാണ്. ഹെറോദസ് എപ്പോ തൊട്ടത് ആലോചിക്കുന്നത്? വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ ആദ്യ ഭാഗം ഒന്ന് വായിച്ചു നോക്കി. അവിടെ കാണാം, യേശു ജനിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അസ്വസ്ഥനായ ഒരാളുടെ പേരാണ് ഹെറോദസ്. ഭൗതികാധിപത്യങ്ങൾ എപ്പോഴും വിശ്വാസത്തെ ഭയക്കും. എന്തുകൊണ്ടാണ്? വിശ്വാസം സത്യമാർഗത്തിൽ ഉറച്ചു നിൽക്കും. യേശു ജനിക്കുന്നു എന്ന് കേൾക്കുന്നത് തന്നെ ഹെറോദസിന് അസ്വസ്ഥത ഉണ്ടാക്കിയെന്നാണ് സുവിശേഷം പറയുന്നത്. ഇങ്ങനെ ഭരണവർഗത്തെ താലോലിക്കുന്നവർ ചോദിക്കും, നിങ്ങൾക്ക് നൈജീരിയയിൽ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നതിൽ വിഷമമില്ലേ? ലോകത്തെവിടെയാണെങ്കിലും ആരാണെങ്കിലും ഭരണകൂട ഭീകരത മനുഷ്യത്വത്തെ ഹനിക്കുമ്പോൾ അതിനെതിരെ ഉയർന്നു നിൽക്കാൻ കഴിയണം. വർഗീയവാദ ശക്തികൾ ലോകത്തെവിടെ ഉയർത്തെഴുന്നേൽക്കുമ്പോഴും അധികാരത്തിന് വേണ്ടിയും അധികാരപ്രമത്തതയിലും മനുഷ്യരെ കൊന്നുതള്ളുമ്പോഴും ഒരേപോലെ തന്നെ പറയണം. അത് ഏത് വർഗീയ ശക്തിയായാലും. വർഗീയ ശക്തിക്ക് ഒരു മുഖമൊന്നുമില്ല കേട്ടോ, ഒരു മതത്തിന്റെ മുഖമൊന്നുമില്ല, അത് മുഖം മൂടിയാ. ഹിന്ദുത്വത്തിന്റെ മുഖം മൂടി ധരിക്കും, ഇസ്ലാമിന്റെ മുഖം മൂടി ധരിക്കും, ക്രിസ്ത്യാനിറ്റിയുടെ മുഖം മൂടി ധരിക്കും. മുഖം മൂടിയാ. ആന്തരികമായി ഈ പറഞ്ഞ മതപാരമ്പര്യങ്ങളോ വിശ്വാസങ്ങളോ യാതൊരു ബന്ധമില്ല. ഈ പുറംപൂച്ച് കാണിച്ചിട്ടാണ്. ആ പുറംപൂച്ചിനകത്ത് നിന്നിട്ടാണ് പ്രവർത്തിക്കുക. ഹിന്ദു വർഗീയവാദം പറയുന്നത് ഞങ്ങൾ ഹിന്ദുക്കളുടെ ആളുകളാണ്. അതുപോലെ ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത് ഞങ്ങൾ ഇസ്ലാം മതത്തിന്റെ മുഴുവൻ ആളുകളാണ്. നമുക്കിവിടെ അറിയാം, നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായ നിരവധി ക്രൈസ്തവ വർഗീയ ശക്തികൾ. ആക്രമണത്തിനൊന്നും പോകാനായിട്ടുള്ള കരുത്തില്ല, പക്ഷെ ഈ ചിന്താഗതി വളർത്തിക്കൊണ്ടുവരുന്ന ആളുകൾ അവർ പറയും ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ പൊതുവികാരം പറയണമെന്നാണ്. ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ അനുഗമിക്കുന്ന ഒരാളുടെയും കാര്യമല്ല ഇവർ പറയുന്നത്. പക്ഷെ പറയുമ്പോൾ ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടിയാണ് നിൽക്കുന്നതെന്ന് പറയും. ഇത് ലോകത്തെവിടെയുള്ള പ്രവണതയാണ്. അതുകൊണ്ട് ആരാകട്ടെ, ഏത് വർഗീയ ശക്തിയാകട്ടെ, മതത്തെ രാഷ്ട്രീയ ഉദ്ദേശങ്ങൾക്കായി വിനിയോഗിക്കുന്നവരാരുമാകട്ടെ, അവരുമായി കൂട്ടുചേരാൻ ഒരിക്കലും വിശ്വാസിക്ക് കഴിയേണ്ടതല്ല. പക്ഷേ ഹെറോദസ് പക്ഷത്തിന്റെ കൂടെ നിൽക്കാൻ, അധികാരപക്ഷം ചേർന്ന് പോകാനുള്ള ഒരു പ്രലോഭനം വിശ്വാസ സമൂഹത്തിനകത്തും നമുക്ക് കാണാൻ പറ്റും. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 16 മുതൽ 28 വരെ തിരുവചനങ്ങളിൽ അവിടെ നമുക്ക് കാണാം സ്നാപകയോഹന്നാന്റെ ശിരച്ഛേദം. അതിന്റെ പുറകിലുള്ളത് ഭരണത്തോട് എതിർത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. ക്രിസ്തുവിനെ കുറിച്ചുണ്ടായ ആക്ഷേപം, അവൻ ഭരണത്തിനെതിരാണ്. അത്
അവനിൽ ആരോപിക്കാൻ വേണ്ടിയാണ് പരിസേയരും ഹെറോദോസ് പക്ഷക്കാരും എല്ലാവരും ചേർന്ന് അവന്റെ അടുത്ത് വന്നിട്ട് സീസറിന് നീതി കൊടുക്കുമെന്ന് ചോദിക്കുന്നു. നീ ഭരണത്തിനെതിരാണെന്ന് പറയണം, മതത്തിനെതിരാണെന്ന് പറഞ്ഞാൽ കൊല്ലാൻ പറ്റില്ല. അപ്പൊ നേരിട്ട് കൊല്ലാൻ പറ്റാത്തത് കൊണ്ട് അവരെ കൊണ്ട് കൊല്ലിക്കണം. ഇത്തരമൊരു പ്രവണത വിശ്വാസത്തിനകത്ത് കടന്നുകൂടെ നമ്മൾ കാണണം. സത്യം പറയുന്നതിനെതിരായി മാറുന്ന ഒരു പ്രവണതയുണ്ടോ? എവിടെ ലോകത്ത് എവിടെ ഒരുവൻ ആക്രമിക്കപ്പെടുന്നുവോ, എവിടെ മനുഷ്യത്വം ഹീനമായി ഹിംസ ചെയ്യപ്പെടുന്നുവോ, അവിടെയെല്ലാം ശബ്ദമുയർത്താൻ നമുക്ക് കഴിയണം. എങ്ങു മനുഷ്യന് ചങ്ങല കൈകളിൽ അങ്ങൻ കൈകൾ നൊന്തിയിടുകയാണ്, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെന്റെ പുറത്താകുന്നു. അത് പാടുന്ന അങ്ങനെയാ. അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ച ഒരാളുടെ പേരാ ക്രിസ്തു. മനുഷ്യന്റെ ചങ്ങലകളിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടി അവൻ ബലിയായത്. അവനെ ലോകത്ത് ഏറ്റുപറയുന്ന നമ്മൾ ലോകത്തെവിടെയും മനുഷ്യർ അടിച്ചമർത്തപ്പെടുമ്പോ, ആക്രമിക്കപ്പെടുമ്പോ, കൊല്ലപ്പെടുമ്പോ പ്രതികരിക്കാൻ തയ്യാറാവണം. വർഗീയത എന്ന മതം ആരുടെ കയ്യിൽ ഉപകരണമായി മാറിയാലും അതിനെതിരെ നിലനിൽക്കാൻ നമുക്ക് കഴിയണം. പക്ഷേ നമ്മളിങ്ങനെ പക്ഷം ചേർന്നും സമുദായം തമ്മിൽ പിരിച്ചും ചിന്തിക്കുന്നവരായിട്ട് മാറുന്നു. സാമുദായിക വിഭജനത്തിന്റെ യുക്തികൾ എവിടെ നിന്ന് വരുന്നതാണ്? അത് ഈ പറഞ്ഞ അധികാരപക്ഷത്തെ പ്രീണിപ്പിക്കാനായിട്ട് വരുന്നതാണ്. എന്തു മനോഭാവമാണ് അധികാരത്തോടുണ്ടാകേണ്ടത്? അധികാരം എന്നത് ദൈവത്തിൻ്റെതാണ്. മാനുഷികാധികാരങ്ങളൊക്കെ പരിമിതിയുള്ളതാണ്. പരമാധികാരിയായ ദൈവത്തിന്റെ മക്കളെന്ന നിലയ്ക്ക് സാഹോദര്യത്തിൽ വർത്തിക്കേണ്ടവരാണ്. സമസ്തത്തോടും കരുണയിലും സ്നേഹത്തിലും വർത്തിക്കേണ്ടവരാണ്. ഭരണാധികാരികളെ ഭയപ്പെടേണ്ടവരല്ല. ലൂക്കാസ് സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ 31, 32 തിരുവചനങ്ങളിൽ നമുക്കൊരു കാര്യം കാണാം. അവിടെ യേശുവിനോട് ചില ഫരിസേയർ വന്നിട്ട് പറയാണ്, ഹെറോദോസ് നിന്നെ കൊല്ലാൻ നോക്കുന്നു. 32-ാം തിരുവചനത്തിൽ യേശുവിന്റെ മറുപടി എന്താണെന്നറിയാം? ആ കുറുക്കനോട് പോയി പറയൂ, ഇന്നും നാളെയും പിശാചുക്കളെ പുറത്താക്കിയും രോഗശാന്തി കൊടുത്ത് ഞാനോട് ശുശ്രൂഷ ചെയ്യും. 3-ാം ദിവസം ഞാൻ എന്റെ ദൗത്യം നിറഞ്ഞു. ആ കുറുക്കനോട് പോയി പറയുന്ന, ഭയക്കുന്നില്ല. ലോകാധികാരങ്ങളെ ഭയപ്പെടാതെയാണ് ലോകാതിർത്തികൾ വരെ വചനമെത്തിയിട്ടുള്ളതെന്ന് ഓർക്കണം. ഭരണാധികാരികളെ പ്രീണിപ്പിച്ചുകൊണ്ടല്ല. പക്ഷേ ഇന്ന് നാം ഭരണാധികാരികളെ പ്രീണിപ്പിക്കുന്നവരായി മാറുന്നു. വിശ്വാസികൾ എല്ലാവരും ഒന്നും നിലയ്ക്കല്ല കേട്ടോ. വിശ്വാസികളിൽ ഒരു വിഭാഗം ഹെറോദോസ് പക്ഷക്കാരായി ഇപ്പോഴും നമുക്ക് കാണാം. അങ്ങനെ അധികാരത്തെ പ്രീണിപ്പിക്കുന്ന, ലൗകിക അധികാരങ്ങളിൽ കുടുങ്ങുന്ന, അതേപോലെ തന്നെ ലോകാനുരൂപിയായി മാറുന്ന, അതല്ലെങ്കിൽ പാരമ്പര്യങ്ങളിൽ ഉറച്ച അനുഷ്ഠാനങ്ങളിൽ ഉറച്ച് ജീവിക്കുന്ന ഇത്തരം പുളിമാവുകൾ വിശ്വാസത്തിനകത്ത് കടന്നുകൂടിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സഭയെ ദ്രോഹിക്കുന്നത് ഈ പുളിമാവാണ്. ആ പുളിമാവ് നീക്കിക്കളയണം. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 5:7 സാധ്യമാകണം. അവിടെ പറഞ്ഞെന്താണ്? നിങ്ങൾ ഈ പുളിമാവ് നീക്കിക്കളയുവിൻ, നിങ്ങൾ പുളിപ്പില്ലാത്തവരാകേണ്ടവരാണ്. പുളിപ്പില്ലാത്തപ്പം കൊണ്ട് നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പുളിപ്പില്ലാത്തപ്പം കൊണ്ട് തിരുനാൾ ആഘോഷിക്കാം. ആത്മാർത്ഥതയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്തപ്പം കൊണ്ട് തിരുനാൾ ആഘോഷിക്കാൻ പറ്റണം. അതുകൊണ്ട് വചനത്തിനകത്തൂടെ കടന്നു വരുന്ന പുളിമാവുകളെ, പ്രബോധനപരമായ പുളിമാവുകളെ അറിയണം. അതേസമയം തന്നെ അനുഷ്ഠാനങ്ങൾക്കകത്ത് കുടുങ്ങിക്കിടക്കുന്ന, അതിന്റെ അന്തരാർത്ഥം അറിയാതെ കുടുങ്ങിക്കിടക്കുന്ന തർക്കവിതർക്കങ്ങളിൽപ്പെട്ട് മനുഷ്യരെ വിഭജിക്കുന്ന, നമ്മൾ കുർബാന തർക്കത്തിലൊക്കെ കണ്ടതാണ്. തർക്കവിതർക്കങ്ങളിൽ കുടുങ്ങിക്കിടക്കാണ് വിശ്വാസികൾ. എന്തിന്റെ പേരിലാണ്? ക്രിസ്തുവിന്റെ പേരിലല്ല, അവന്റെ യാഗാർപ്പണത്തിന്റെ പേരിലല്ല, നമ്മുടെ ജീവിതം അവരെ പ്രതി അർപ്പിക്കണമെന്ന പേരിലല്ല. അനുഷ്ഠാനത്തിന്റെ അടയാളങ്ങളുടെ അർത്ഥതലങ്ങൾ അന്വേഷിച്ച് അവയെ സംബന്ധിച്ച് തർക്കങ്ങളിൽ ഏർപ്പെടുന്നു. വ്യർത്ഥമാണ് ഈ തർക്കങ്ങൾ എന്ന് ക്രിസ്തു തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഇവയെക്കുറിച്ചുള്ള തർക്കങ്ങൾ വിശ്വാസരാഹിത്യം ജനിപ്പിക്കും. അനേകർ വിശ്വാസത്തിൽ നിന്ന് വീണു പോകാനിടയാവുന്നു. അവർ വിശുദ്ധ ബലിയിൽ അകന്നു പോകുന്നു. ബലിവേദി തർക്കത്തിന്റെ വേദിയായി മാറുമ്പോൾ യഥാർത്ഥ ജീവിതാർപ്പണത്തിൽ നടന്നു പോകുന്നു. എന്തുകൊണ്ടെന്ന് ലയോമാർ പാപ്പ പറയുന്നുണ്ട് കൃത്യമായിട്ട്. നിങ്ങൾ അനുഷ്ഠാനത്തിന്റെ ബാഹ്യരൂപങ്ങളിൽ നിൽക്കാതെ അതിന്റെ ആന്തരികതയെ പ്രകാശിപ്പിക്കുന്നവരായി മാറുവിൻ. ഇതാണ് നമ്മുടെ ദൈവവിളി എന്ന് ഓർക്കണം. അതുകൊണ്ട് പരിശുദ്ധ കുർബാന ജീവാർപ്പണത്തിന്റെ വേദിയായിട്ട് അറിയണം. ക്രിസ്തുവിന്റെ യാഗത്തോട് സ്വന്തം ജീവിതം ചേർത്ത് വെച്ച് അർപ്പിക്കാൻ വിളിക്കപ്പെടുകയാണ് നാം എന്ന ബോധ്യമുണ്ടാകണം. അനുഷ്ഠാന മാർഗങ്ങളെയും ആചാരത്തിലെ വൈവിധ്യങ്ങളെയും കുറിച്ചുള്ള തർക്കങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാം ചർച്ച വഴി. പക്ഷേ ഉറച്ചു നിൽക്കേണ്ടത് ക്രിസ്തു എന്ന ബോധ്യത്തിലാണ്. ക്രിസ്തു എന്ന ബോധ്യത്തെ നഷ്ടപ്പെടുന്ന, യാഗാർപ്പണത്തിന്റെ പ്രാധാന്യത്തെ തമസ്കരിക്കുന്ന ഇത്തരത്തിലുള്ള തർക്ക വിതർക്കങ്ങളും അതേപോലെ തന്നെ അബദ്ധ പ്രബോധനങ്ങളും വിശ്വാസത്തിനകത്ത് കടന്നുകൂടിയിട്ടുണ്ടെന്നും അത് വിശ്വാസത്തെ ക്ഷയിപ്പിക്കുമെന്ന് തിരിച്ചറിയണം. സഭ ഒരിക്കലും തകരുകയില്ല, പക്ഷേ വിശ്വാസം തകരും. വിശ്വാസം തകരുമ്പോൾ വിശ്വസിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ അറിവില്ലായ്മ മൂലം ഈ പാഴ് വഴികളിലേക്ക് വ്യതിചലിക്കപ്പെടും.
അങ്ങനെ തങ്ങളുടെ ജീവിതം നിരർത്ഥകമാക്കി മാറ്റും, വിശ്വാസരഹിതമാക്കി മാറ്റും. അത് സംഭവിക്കാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ടവരും ഉണർന്ന് ചിന്തിക്കേണ്ടവരുമാണ് നമ്മൾ. നമ്മുടെ ചിന്തയിൽ ഉണ്ടാകേണ്ടത് യേശുവിന്റെ യാഗമാണ്. പരിശുദ്ധ കുർബാനയിൽ സ്വയം അർപ്പിക്കാൻ വിളിക്കപ്പെട്ടു വരുന്ന ദൗത്യബോധമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. തിരുവചനത്തെ അതിന്റെ കോണ്ടെക്സ്റ്റിൽ, ആന്തരികാർത്ഥത്തിൽ ക്രിസ്തുവാകുന്ന അനന്യവചനമായി തിരിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള ബലമാണ് നാം ആർജിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് ഈ ബലം നമുക്ക് നൽകട്ടെ, ആത്മാവിന്റെ സമൃദ്ധിയാൽ നിറയ്ക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.